അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് കേട്ടോ, അടൂർ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥലം ഏതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, 3-4 ദിവസം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദർ നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നുമല്ല എന്ന് പറയുന്നു. ഭാഗ്യം അടൂർ പ്രകാശിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയില്ല എന്ന് പറഞ്ഞില്ലല്ലോ. കാരണം ആ രീതിയിൽ ഉരുണ്ട് കളിക്കാൻ ഏത് രീതിയിലും എങ്ങോട്ട് ചാടിയാലും 4 കാലിൽ പോയി വീഴാനായിട്ട് കഴിയുന്ന ഒരാളാണ് അടൂർ പ്രകാശ് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ ഒബ്സർവ് ചെയ്യുന്ന എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. സർക്കാർ അപ്പീലിന് പോകുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതിനിപ്പോൾ അദ്ദേഹം നേരത്തെ ഡോക്ടർ അരുൺ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്തായാലും ഭാഗ്യത്തിന് അതൊന്നും ഇതുവരെ ആകാൻ സാധിച്ചിട്ടില്ല. കേന്ദ്രത്തിലും ഇപ്പോൾ MP ആയിരുന്നാലും അദ്ദേഹത്തിന് എന്തായാലും കേന്ദ്ര ഭരണത്തിലേക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും എത്താൻ സാധിക്കില്ല എന്നത് നിലവിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അദ്ദേഹം ഇനി ഒരു പോർട്ട്ഫോളിയോയിലേക്ക്, അതിപ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്നില്ല, സർക്കാരിൻ്റെ ഭാഗമായി UDF ഒരു സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ആ സർക്കാരിൻ്റെ ഭാഗമായി അടൂർ പ്രകാശിനെ കയറ്റിയിരുത്തുന്നതിന് മുൻപ് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാനായി ആഗ്രഹിച്ചിരിക്കുന്ന KC വേണുഗോപാലായാലും VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ഹൂവർ ഇറ്റ് ഈസ് ആരായാലും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതിന് മുൻപ് ഈ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നയാളെ, മുന്നണിയെയും പാർട്ടിയെയും വെട്ടിലാക്കുന്ന ഒരാളെ ഈ മന്ത്രിപദവിയൊക്കെ ഏൽപ്പിക്കണോ എന്നത് ഒന്നുകൂടി ആലോചിക്കണം. മുൻപ് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് റവന്യൂ വകുപ്പിലായാലും ഒക്കെ അദ്ദേഹം അത്യാവശ്യം വൃത്തിയായിട്ട് പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ അതെല്ലാം മറന്നുകൊണ്ട് ഒരു പക്കാ ബിസിനസ്സുകാരനായി മാറിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ ഒരു രാഷ്ട്രീയമായ മൂല്യച്യുതിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാനാണ് എൻ്റെ ആഗ്രഹം.